ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ജീവനക്കാരുടെ പണിമുടക്ക് കോതമംഗലത്ത് സർക്കാർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ജീവനക്കാരുടെ പണിമുടക്കത്തെ തുടർന്ന് കോതമംഗലത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. റവന്യൂ, കൃഷി, മൃഗസംരക്ഷണം, പൊതുവിതരണം, ലീഗൽ മെട്രോളജി വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച പണിമുടക്കത്തിന്റെ ഭാഗമായാണ് കോതമംഗലം മേഖലയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റിയത്. പൊതുജനങ്ങൾ നേരിട്ടെത്തുന്ന റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായി. താലൂക്കിൽ 13 വില്ലേജ് ഓഫീസുകളാണുള്ളത്. 13 വില്ലേജ് ഓഫീസർമാരും പണിമുടക്കത്തിലാണ്. കോതമംഗലത്ത് റവന്യൂ വകുപ്പിൽ കീഴിൽ വരുന്ന ഭൂമി പതിവ് ഓഫീസ്, LR തഹസിൽദാർ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവ അടഞ്ഞു കിടക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ വരുന്ന 11 ഓഫീസുകളുടെയും കൃഷി വകുപ്പിന് കീഴിൽ വരുന്ന 11 ഓഫീസുകളുടെയും താലൂക്ക് സപ്ലൈ ഓഫീസിന്റെയും ലീഗൽ മെട്രോളജി ഓഫീസിന്റെയും പ്രവർത്തനം നിശ്ചലമായി. മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും ഹാജർ നില വളരെ കുറവാണ്. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉൾപ്പെടെ ജീവനക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നടന്ന പണിമുടക്കം സിവിൽ സർവീസിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഏറ്റെടുത്ത കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പണിമുടക്കവുമായി ബന്ധപ്പെട്ട അധ്യാപക സർവീസ് സംഘടനാ യോഗത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് ബോസ് മത്തായി സ്വാഗതം പറഞ്ഞു. സമരസമിതി നേതാക്കളായ TK സുരേന്ദ്രൻ, MR അശോകൻ, VK ചിത്ര, EP സാജു, അബ്ദുൾ റസാഖ്, VP സുബൈർ, PJ നിഷ ദേവദാസ്, ഉമ്മർ, സണ്ണി, രതീശൻ, ഐഷ എന്നിവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോയി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പണിമുടക്കം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് അത്യാവശ്യ സർവീസ് സംഘടനാ സമരസമിതി നിർബന്ധിതരായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സർവീസ് സംഘടനകൾ ഉൾപ്പെടെ ഈ പോരാട്ട രംഗത്തേക്കും കർഷക രംഗത്തേക്കും പണിമുടക്കത്തിലേക്കുമെല്ലാം കടന്നു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർ പതിറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നേടിയെടുത്തിരുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നടപടിക്കെതിരായിട്ടാണ് ഈ പണിമുടക്കം പ്രഖ്യാപിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുവാനായിട്ട് സമരസമിതി നിർബന്ധിതരായത്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാരന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ട ക്ഷാമബത്ത കുടിശ്ശിക അത് 19% കുടിശ്ശികയായിട്ടിരിക്കുകയാണ്. ആ ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളത്തിൻ്റെ 1/5 ഭാഗം, ഏതാണ്ട് ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ്റെ 4500 രൂപയോളം ശമ്പള ഇനത്തിൽ മാസം തോറും നഷ്ടമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്നത്തെ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൻ്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ജീവനക്കാർക്ക് അവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.